800 കോടി രൂപയുടെ ജനങ്ങളുടെ നികുതിപ്പണം കനാലിലൂടെ ഒഴുകിപ്പോയ കഥ നിങ്ങൾ അറിഞ്ഞോ? 1 കിലോമീറ്ററിന് 30 കോടിയോളം രൂപ ചെലവഴിച്ച് വെള്ളപ്പൊക്കത്തിൽ മുങ്ങില്ല എന്ന് വാഗ്ദാനം നൽകി പണിതുയർത്തിയ AC റോഡ് ആദ്യ മഴയിൽ തന്നെ മുങ്ങിത്താണപ്പോൾ മുങ്ങിപ്പോയത് കുട്ടനാട്ടുകാരുടെ പ്രതീക്ഷകൾ മാത്രമല്ല, വികസനത്തിന്റെ പേരിൽ നടന്ന വൻ കൊള്ളയുടെ മുഖംമൂടി കൂടിയാണ്. ഈ കോടികളുടെ തട്ടിപ്പിന് പിന്നിൽ കളിച്ച രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പോകരുത്. എന്താണ് AC റോഡിൽ സംഭവിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? പ്രതികരണ ശേഷിയുള്ളവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക, പ്രതികരിക്കുക. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, അതായത് AC റോഡ് എന്ന പേരിൽ ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ നടന്നത് വികസനമല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ വൻ കൊള്ള, വൻ കരക്കൊള്ള. 800 കോടിയോളം രൂപയുടെ ഖജനാവിലെ പണം, നമ്മുടെയൊക്കെ പണം വെള്ളത്തിലൊഴുക്കി നിർമ്മിച്ച ഒരു പാത നിർമ്മാണം കഴിഞ്ഞ് ആദ്യത്തെ ശക്തമായ മഴ പെയ്തപ്പോഴേക്കും അടിമുടി വെള്ളത്തിനടിയിലായിരിക്കുന്നു എങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അപമാനം ഒരു സർക്കാരിന്, അല്ലെങ്കിൽ അത് പണിത സർക്കാരിന് മറ്റെന്താണ് വരുത്താനുള്ളത്? പ്രളയത്തിൽ മുങ്ങാത്ത എക്കാലവും സുരക്ഷിതമായ ഗതാഗതം ഉറപ്പു നൽകുന്ന ഒരു അടിപൊളി റോഡ് നിർമ്മിക്കുമെന്നും ഇനി ആരും വെള്ളക്കെട്ടിൽ കിടക്കേണ്ടി വരില്ല എന്നും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയവർ ഇന്ന് എവിടെയാണ് എന്ന് നാട് ചോദിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം കോടികൾ വാരിയെറിഞ്ഞിട്ടും ആദ്യ കിഴക്കൻ വെള്ളത്തിൽ തന്നെ റോഡ് മുങ്ങിത്താഴുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കാണ് കൈയെഴുകാൻ സാധിക്കുക? 1 കിലോമീറ്ററിന് 30 കോടിയിലധികം രൂപ ചെലവഴിച്ച് പണിത പാതയാണത്. കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ, ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെ, നാട്ടുകാരുടെയും വിദഗ്ധരുടെയും മുന്നറിയിപ്പുകളൊക്കെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം നടത്തിയത് എന്ന് ഓർക്കണം. പൂവത്തും മനക്കച്ചിറയിലും കിടങ്ങറയിലും മങ്കൊമ്പിലും 2.5 3 അടി വെള്ളം ഉയർന്ന് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ഏത് വികസനത്തിന്റെ കഥയാണ് ഇവർക്ക് പറയാനുള്ളത്? മുമ്പ് ഫ്ലൈ ഓവറുകൾ വരുമെന്ന് പറഞ്ഞ ഇടങ്ങളിൽ അത് ഒഴിവാക്കി തുക വെട്ടിക്കുറച്ചപ്പോൾ ആ പണം എങ്ങോട്ടാണ് പോയത്? കനാൽ ആഴം കൂട്ടാതെയും കലുങ്കുകൾ കൃത്യമായി പണിയാതെയും നടത്തിയ ഈ നിർമ്മാണ വൈകല്യം കാരണം ഇന്നിപ്പോൾ ഈ റോഡ് തന്നെ കിഴക്കൻ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന വലിയൊരു ഡാമായി മാറിയിരിക്കുന്ന കാഴ്ച. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ മരണക്കണിയിലേക്ക് തള്ളിവിടുകയായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഭരണ നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മഹാകൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനുമായ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസുമെല്ലാം മറുപടി പറയേണ്ട വിഷയമാണിത്. റീബിൽഡ് കേരള പദ്ധതിയുടെ പേരിൽ നടന്ന ഈ അഴിമതിയിൽ ജനങ്ങളുടെ പണം, അതായത് നമ്മുടെ ഖജനാവിലുള്ള പണം ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്കാണ് ഒഴുകിപ്പോയത് എന്ന് രാജ്യം, നമ്മുടെ സംസ്ഥാനം അറിയേണ്ടതുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ നിന്ന് കൊടുത്ത വാഗ്ദാനങ്ങൾ വെറും നിഴൽ നാടകമായിരുന്നുവെന്ന് ഇന്ന് കുട്ടനാട്ടിലെ സാധാരണക്കാർ ഓരോ കൊച്ചു കുഞ്ഞും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി റിയാസിന്റെ മേൽനോട്ടത്തിൽ നടന്ന പൊതുമരാമത്ത് വികസനങ്ങളുടെ യഥാർത്ഥ മുഖമാണ് AC റോഡിലെ വെള്ളക്കെട്ടിൽ തെളിഞ്ഞങ്ങനെ നിൽക്കുന്നത്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പത്രസമ്മേളനങ്ങളിൽ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടുള്ള ഭരണാധികാരികൾ ഈ നാടിനോട് ചെയ്തത് പൊറുക്കാനാകാത്ത വഞ്ചനയാണ്. ഈ അഴിമതി നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി എന്ന് പറയുന്നത്. CPMന്റെ ബിനാമി സ്ഥാപനമെന്ന ആരോപണം ശക്തമായി നിലനിൽക്കെ തന്നെയാണ് ഈ വൻകിട പദ്ധതിയുടെ നിർമ്മാണ ചുമതല പൂർണ്ണമായും ഊരാളുങ്കന് വീതിച്ചു നൽകിയത്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ടെൻഡർ നടപടികളിൽ വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകി മറ്റു പ്രമുഖ നിർമ്മാണ ഏജൻസികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഊരാളുങ്കലിന് കോടികളുടെ കരാറുകൾ നൽകിയത്. AC റോഡിൽ മാത്രമല്ല, റീബിൽഡ് കേരളയുടെ പേരിൽ വയനാട് അടക്കമുള്ള വിവിധ ജില്ലകളിൽ നടന്ന ചെറുതും വലുതുമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഊരാളുങ്കലും അന്നത്തെ ഇടതുപക്ഷ സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭീകര ചിത്രം കാണാൻ സാധിക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടലിനും പ്രകൃതി ദുരന്തങ്ങൾക്കും ശേഷം നടന്ന പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും ഊരാളുങ്കൽ സൊസൈറ്റിയെ മുൻനിർത്തി വലിയ തോതിൽ ക്രമക്കേടുകളും അനാവശ്യ ചെലവുകളും വരുത്തിവെച്ചത് നമുക്കറിയാം. മുസ്ലിം ലീഗിന്റെ ഒരു റൂം അധികമുള്ള വീടിന് 20 ലക്ഷം രൂപ ചെലവ് വരുമ്പോൾ ഒരു റൂം കുറവുള്ള അതേ വീടിന് ഇവിടെ 30 ലക്ഷം രൂപയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. അതായത് അനാവശ്യമായി പണം ചെലവഴിച്ചു എന്നതിന് തെളിവാണത്. മുസ്ലിം ലീഗിനെ പൊക്കി പറയാനോ പിണറായിയെ താഴ്ത്തി പറയാനോ പറഞ്ഞതല്ല. ഓരോ സ്ഥലത്ത് തന്നെയുള്ള 2 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിപ്പവും അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ നിർമ്മാണവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പണം അടിച്ചു മാറ്റിയതിനൊരു തെളിവും ഒരു ഉദാഹരണം വേണമല്ലോ. നാടിൻ്റെ ദുരന്തങ്ങളെപ്പോലും ധനസമ്പാദനത്തിനുള്ള അവസരമാക്കി മാറ്റിയ ഒരു ഭരണ സംവിധാനമായിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നത് എന്ന് ഓർക്കണം. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളുടെ കണ്ണീരപ്പാൻ ഉപയോഗിക്കേണ്ട പണം സ്വന്തം പാർട്ടിയുടെ ബിനാമി കമ്പനികൾക്ക് കരാർ വെച്ച് നീട്ടി വീതിച്ചെടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കണം. AC റോഡിലെ പോലെ തന്നെ പലയിടങ്ങളിലും പണി പൂർത്തിയായി ഏതാനും മാസങ്ങൾക്കും തകർന്നു വീഴുന്ന കെട്ടിടങ്ങളും പാതകളും എല്ലാം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവുകളാണ്. AC റോഡ് നിർമ്മാണത്തിൽ
കോടികളുടെ സാമ്പത്തിക ക്രമക്കേട്, ഗുണനിലവാരമില്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം, ശാസ്ത്രീയമല്ലാത്ത ഡിസൈന് മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥര്, രാഷ്ട്രീയ നേതാക്കള്, നിർമ്മാണ കമ്പനികൾ എല്ലാവരും ഒരുപോലെ ഇന്ന് പ്രതിക്കൂട്ടിലാണ്. അവർക്ക് സമാധാനം പറയേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സർക്കാർ ജനങ്ങളോട് ഒരല്പമെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ AC റോഡ് നിർമ്മാണത്തിലെയും വയനാട് അടക്കമുള്ള ഊരാളുകളുടെ മറ്റ് നിർമ്മാണ പദ്ധതികളിലെയും ഒക്കെ അഴിമതികളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. കുറ്റക്കാരിൽ നിന്ന് സർക്കാരിന് നഷ്ടപ്പെട്ട തുക പിടിച്ചെടുക്കാനുള്ള അവരുടെ എന്ത് വിറ്റാലും വേണ്ടില്ല, എന്ത് ജപ്തി ചെയ്താലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, നമ്മൾ നികുതി അടച്ച പണം, നമ്മുടെ ഖജനാവിലെ പണം, അല്ലെങ്കിൽ നാട്ടുകാർ പിരിച്ചുണ്ടാക്കി കൊടുത്ത പണം, അങ്ങനെ ഖജനാവിലെത്തിയ പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ളതാണ്. ആരുടെയെങ്കിലും പോക്കറ്റ് കൊണ്ടുപോകാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകണം. AC റോഡ് പദ്ധതിയിൽ നിന്ന് തുക കുറച്ചപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെട്ടതെന്നും പാലങ്ങളുടെയും കലുങ്കുകളുടെയും ഒക്കെ വിടവുകളിൽ നിർമ്മാണ അവശിഷ്ടങ്ങൾ തള്ളിയത് ആരാണെന്നും ഒക്കെ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം. വിജിലൻസ് അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ ഒക്കെ പ്രഖ്യാപിച്ച് കോടികൾ കവർന്ന അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് ഈ സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സ്വന്തം കേസ് വീർപ്പിച്ചവർ ജയിൽ കിടക്കേണ്ട കാലം അടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് എന്നോ കഴിഞ്ഞു. കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ഓരോ മഴക്കാലത്തും ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ, അവർ ജീവനും പന്താടിക്കൊണ്ട് കഴിയുമ്പോൾ, പ്രളയത്തിന്റെ പേരിൽ കോടികൾ തട്ടിയെടുക്കാൻ അനുവാദം നൽകിയ അന്നത്തെ ഭരണാധികാരികളെ ചരിത്രം മാപ്പ് നൽകാതെ വിചാരണ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പൊതുമുതൽ കൊള്ളയടിക്കാനും കൂട്ടുനിൽക്കാനും മാത്രം പണിയെടുത്ത മുൻ മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിമാരും ഊരാളുങ്കൽ സൊസൈറ്റിയും ഒക്കെ ഈ നാടിനോട് മറുപടി പറയണം. കുട്ടനാടിന്റെ കണ്ണീരിൽ ലാഭം കൊയ്ത നിങ്ങളുടെ അഴിമതിക്കെതിരെ പ്രതികരണങ്ങൾ ഇനിയും ശക്തമാകും. AC റോഡിലെ നിർമ്മാണ അഴിമതിയെക്കുറിച്ച് നിലവിലെ മുഖ്യമന്ത്രി നിഷ്പക്ഷമായ ഉത്തരവിടുന്നതിന് വരെ, ജനങ്ങളെ വഞ്ചിച്ച അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്യുന്നത് വരെ ഈ പ്രതിഷേധത്തിന്റെ തീപ്പൊരികൾ അണയരുത്. കുട്ടനാടിന് വേണ്ടത് വ്യാജ വാഗ്ദാനങ്ങളല്ല, യഥാർത്ഥ പരിഹാരമാണ്. ജനങ്ങളുടെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കരുത്. Different angles. Don't forget to subscribe and support this channel.